ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും റമളാനിലെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകട്ടെ. ഇബാദത്തുകൾ പതിവാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇബാദത്തുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇബാദത്തിൻ്റെ ആരാധനാ തലമാണ്. ഇബാദത്തിന് പല തലങ്ങളുണ്ടല്ലോ. ആരാധനകൾ പതിവായി നിർവഹിക്കുക എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നതിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ പറയുന്നത്. എന്തിനാണ് നമ്മൾ ആരാധന നടത്തുന്നത്? ആരാധനകൾ നമുക്ക് നിശ്ചയിച്ചു തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ്? ആരാധനകൾ എന്നത് മനുഷ്യന് തൻ്റെ സൃഷ്ടാവുമായി, നാഥനുമായി നിരന്തരമായി ബന്ധം നിലനിർത്താനുള്ള മാർഗമാണ്. ആരാധനകൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് ചൈതന്യവത്തായിട്ട് നിലനിൽക്കാനുള്ള മാർഗമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല, ആത്മാവും കൂടിയാണല്ലോ. അപ്പൊ ശരീരം നിലനിർത്താൻ വേണ്ടി, ശരീരത്തെ അതിന്റെ പോഷണത്തിന് വേണ്ടി, അതിന്റെ പരിപാലനത്തിന് വേണ്ടി നമ്മൾ നിരന്തരം ശ്രദ്ധിക്കും. അതിന്റെ ഭക്ഷണം, അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ, ദിവസത്തിൽ 4-5 നേരമൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കും. അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ മനുഷ്യൻ ശരീരം മാത്രമല്ല, ശരീരം പോലെ തന്നെ അതിനേക്കാൾ പ്രധാനമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാവ് എന്ന് പറയും. ആത്മാവും ശരീരവും കൂടിയതാണ് മനുഷ്യൻ. അപ്പൊ ഈ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനും ആത്മാവിനെ ചൈതന്യവത്താക്കി നിലനിർത്തുവാനും അതിനുള്ള മാർഗം എന്താണ് എന്നതാണ്, അതാണ് ആരാധനകൾ എന്ന് പറയുന്നത്. ആരാധനകൾ അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാനുമായിട്ട്, അള്ളാഹുവുമായിട്ട് നമ്മുടെ ബന്ധം അല്ലേ. നമസ്കാരത്തിൽ എന്താണ് നമസ്കാരം നിലനിർത്തുന്നത്? അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കരിക്കുക. അപ്പൊ നമസ്കാരം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ നിരന്തരമായി നമുക്ക് നമ്മുടെ നാഥനെ കുറിച്ച്, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നോമ്പിനെ കുറിച്ച് പറഞ്ഞിടത്തും ലഅല്ലക്കും തത്തഖ്വ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകുക. തഖ്വ എന്ന് പറഞ്ഞാലും പടച്ചവനെ ഓർമ്മയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ പടച്ചവനെ ഓർത്ത് ജീവിക്കുകയാണ്. പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയിലും പടച്ചവനെ കുറിച്ചുള്ള ചിന്തയിലും ജീവിക്കുക. അപ്പൊ ആ ചിന്തയും ഓർമ്മയും നമുക്ക് ഉണ്ടാകുവാൻ, അവനെ ഭയപ്പെട്ട് അവനെ സൂക്ഷിച്ച് പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അതിനാണ് തഖ്വ എന്ന് പറയുക അല്ലെ. അപ്പൊ ആ തഖ്വ നമുക്ക് നിലനിർത്താം. അതും പടച്ചവനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. അപ്പൊ നമസ്കാരം കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവുക, പടച്ചവനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുക. നോമ്പ് കൊണ്ടും പടച്ചവനെ കുറിച്ച് പേടിയോടെ ജീവിക്കാനുള്ള അതിനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവുക. ഇനി മറ്റുള്ള ആരാധനകളെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. അപ്പൊ ഈ ആരാധനകൾ നിർവഹിക്കപ്പെടുന്നത് വഴി നമുക്ക് അള്ളാഹുവുമായിട്ട് ഒരു ശക്തമായ ബന്ധം നിലനിൽക്കും. ഒരു ഹോട്ട് ലൈൻ, ഒരു ലിങ്ക് സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആ ബന്ധമാണ് നമ്മളെ ജീവിതത്തിൽ നേർവഴിക്ക് നയിക്കുന്നത്. അരുതാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും നമ്മളെ അതിന് മാനസികമായി നമ്മളെ ഒരുക്കുന്നത് ഈ പടച്ച തമ്പുരാനുമായിട്ടുള്ള, അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധവും നമ്മുടെ ഓർമ്മയുമാണ്. അപ്പൊ ഈ ലിങ്ക് ശക്തമായിട്ട് വർക്ക് ചെയ്യണം. ഇത് പോയാൽ അതിൻ്റെ ദുരന്ത ഫലം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ നമുക്ക് അനാസ്ഥ വരും. അള്ളാഹു തആല വിലക്കിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പിശാചിന്റെ പ്രേരണയാൽ നമ്മൾ അതിൽ വീണുപോകും. കാരണം നമ്മളോടൊപ്പം നമ്മുടെ രക്തത്തിൽ എന്ന പോലെ സഞ്ചരിക്കുന്ന പൈശാചിക ശക്തിയുണ്ട്, പിശാചുണ്ട്. അവൻ നമ്മളെ നിരന്തരം രാവും പകലും ഒറ്റക്കും കൂട്ടായും ഒക്കെ നമ്മളെ അവന്റെ ദുർബോധനങ്ങൾ നമുക്ക് നൽകിയിട്ട് നമ്മൾ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ അവൻ നടത്തും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ നമുക്ക് പടച്ച തമ്പുരാനുമായിട്ടുള്ള നമ്മുടെ ലിങ്ക്, നമ്മുടെ ബന്ധം ശക്തമായിരിക്കണം. അപ്പൊ അതിനാണ് ആരാധനകൾ എന്ന് പറയുന്നത്. അത് നിരന്തരമായിട്ട്. അപ്പൊ അത് ആരാധനകൾ, ഇപ്പൊ നമസ്കാരമാവട്ടെ, ഒരു ദിവസം 5 നേരം നിർവഹിക്കണം. ചില ചോദിക്കും 5 നേരമൊക്കെ നമസ്കരിക്കുന്നത് എന്തിനാ? 5 നേരം നമസ്കരിക്കണം, 5 നേരം ഭക്ഷണം കഴിക്കല്ലേ? ഇപ്പോഴുള്ള ശരീരം സജീവമായിട്ട് നിൽക്കണേ, എങ്കിൽ ആത്മാവ് ചൈതന്യവത്തായിട്ട് നിൽക്കണേ 5 നേരം നമസ്കരിക്കണം. അതുപോലെ നോമ്പ് റമദാനിൽ 1 മാസം മുഴുവനായിട്ട് എടുക്കണം. ഇടയ്ക്കൊക്കെ സുന്നത്തുകൾ, ഈ ഫർദുകളെ പോലെ തന്നെ പ്രധാനമാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. സുന്നത്തുകൾ കൂടി ഉണ്ടാകും. അതും പതിവായി നിർവഹിക്കുന്ന സുന്നത്തുകൾ, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ഒരു ദിവസം കുറേ നിസ്കരിച്ചു, പിറ്റേ ദിവസം നിസ്കരിച്ചില്ല, സുന്നത്ത് അങ്ങനെയല്ല. നിങ്ങൾക്ക് സാധ്യമായ സുന്നത്തുകൾ പതിവായി നിർവഹിക്കുക. അതാണ് അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് അമലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് പതിവായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ റവാത്തിബ് സുന്നത്തുകൾ പതിവാകുക, വിത്ർ പതിവാകുക. അത് നമുക്ക് എത്രയാണോ സാധിക്കുക, മിനിമത്തിലേ നമുക്ക് കഴിയുള്ളൂ, ആ മിനിമത്തിൽ നമ്മളത് എടുക്കുക. സുന്നത്ത് നോമ്പുകൾ പതിവായിട്ട് തിങ്കളാഴ്ച, വ്യാഴാഴ്ച നോമ്പ്, അല്ലെങ്കിൽ മാസത്തിലൊരു നോമ്പ്, അല്ലെങ്കിൽ ആഴ്ചക്കൊരു നോമ്പ്, എങ്ങനെയാണ് നമുക്ക് സാധിക്കുക അങ്ങനെ എടുക്കുക. അതുപോലെ മറ്റ് ഇബാദത്തുകൾ, ആരാധനാ കാര്യങ്ങളൊക്കെയും, ഖുർആൻ പാരായണം, ദിക്ർ, തസ്ബീഹ്, പ്രാർത്ഥനകളൊക്കെ നമുക്കൊരു സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു ചിട്ടയാർന്ന ജീവിതം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്.
ഒരു റമദാൻ മാസത്തിൽ മാത്രം നോമ്പെടുത്ത്, റമദാനിൽ മാത്രം നിസ്കരിച്ച്, റമദാനിൽ മാത്രം പ്രാർത്ഥിച്ച്, റമദാനിൽ മാത്രം കുരുത്തോതി, റമദാൻ കഴിയുന്നതോടുകൂടി അതൊക്കെ വിട്ടുപോകുന്നു, പിന്നെ നമ്മളെ പഴയ അവസ്ഥയ്ക്ക് പോകുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നിരന്തരം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, ആരാധനകൾ നമ്മൾ നിലനിർത്തണം. അതാണ് പടച്ച റബ്ബുമായിട്ടുള്ള നമ്മുടെ ബന്ധം. അപ്പോഴേ നമ്മൾ നേർവഴിക്ക് നയിക്കപ്പെടുകയുള്ളൂ. അപ്പോഴേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളൂ. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവരാണ് നമ്മൾ. നഷ്ടപ്പെട്ട ഇറങ്ങി വന്ന ആ തറവാട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. അതുകൊണ്ട് ആരാധനകൾ നിരന്തരമായി മരണം വരെ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്നാണ്. നിന്റെ മരണം വരെ നീ അള്ളാഹുവിനുള്ള ഇബാദത്ത് നിരന്തരമായി നിർവഹിക്കുക എന്നാണ് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞത്. അപ്പോൾ അത് നമുക്കും ബാധകമാണ്. നമ്മൾ അത് പാലിക്കുക, സൂക്ഷിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇതുവരെയുള്ള സംസാരത്തിൽ നിന്നുള്ള ചോദ്യം ഇതാണ്: അമലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്നത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അമലുകളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായത് ഏത്? ഈ ചോദ്യത്തിന് എല്ലാവരും ഉത്തരം പറയുക. അസ്സലാമു അലൈക്കും.